നമസ്കാരം. ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് NITയുടെ കീഴിലേക്ക് NIT കാലിക്കറ്റിന് കീഴിലേക്ക് റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുണ്ട്. 21/11/2024 വന്നിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. 21/11/2024 മുതൽ 5/12/2024 വരെ നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് അപേക്ഷ അയക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. ഇതിലേക്ക് വന്നിരിക്കുന്നത് മീഡിയ റിലേഷൻ ആൻഡ് എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് ഡിഗ്രി ഇൻ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഓർ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഓർ ഇംഗ്ലീഷ് വിത്ത് കോപ്പി എഡിറ്റിംഗ് ആണ് ഇതിലേക്ക് ക്വാളിഫിക്കേഷനായിട്ട് എസെൻഷ്യൽ ക്വാളിഫിക്കേഷനായിട്ട് ചോദിക്കുന്നത്. ഡിസൈറബിൾ ആയിട്ട് ഡിപ്ലോമ ഇൻ ജേർണലിസം അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഓഫേർഡ് ബൈ ദി പ്രസ് അക്കാദമി ഒക്കെ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. അതോടൊപ്പം എക്സ്പീരിയൻസ് കൂടി ചോദിക്കുന്നുണ്ട്. 3 വർഷത്തെ മിനിമം എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് റിപ്പോർട്ട് ആൻഡ് പ്രസ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഇൻ ഹാൻഡ്ലിംഗ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ആൻഡ് പ്രൊഫഷൻസി ഇൻ ഇംഗ്ലീഷ് ആൻഡ് മലയാളം ലാംഗ്വേജ് എന്നാണ് ഇതിലേക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള എക്സ്പീരിയൻസിൻ്റെ ഡീറ്റെയിൽസ് ഇവർ ചോദിക്കുന്നത്. 40 വയസ്സാണ് ഏജ് ലിമിറ്റ്. 40,000 രൂപയായിരിക്കും നിങ്ങൾക്ക് പ്രതിമാസം ലഭിക്കുക. ഇപ്പോൾ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതാണ് ഇതിലേക്ക് മെയിനായിട്ട് വന്നിരിക്കുന്നത്. ഇതിലേക്ക് ഒഴിവുകളുടെ അപ്ലിക്കേഷൻ ഫീസിൻ്റെ കാര്യം നോക്കുന്ന സമയത്ത് SC/ST വുമൺ എക്സ് സർവീസ് ആണെങ്കിൽ നിങ്ങൾക്ക് 150 രൂപയാണ് അപേക്ഷാ ഫീസ് വരുന്നത്. മറ്റ് കാൻഡിഡേറ്റ്സിനൊക്കെ 300 രൂപയ്ക്ക് അപേക്ഷാ ഫീസായിട്ട് അടയ്ക്കേണ്ടി വരിക. അപ്പോൾ ഇതിലേക്ക് ഒരൊഴിവാണ് നിലവിലിപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ലഭിക്കാൻ വേണ്ടി ടെലഗ്രാം ഒന്ന് ജോയിൻ ചെയ്യുക. നോട്ടിഫിക്കേഷനിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കണ്ടുമുട്ടാം. അതുവരെ ബൈ.